ഇന്ത്യൻ ആധ്യാത്മിക മണ്ഡലത്തിൻ്റെയും അതുപോലെ തന്നെ ഭൗതിക മണ്ഡലത്തിൻ്റെയും അടിസ്ഥാനം പണ്ട് തൊട്ടേ അന്തർലീനമായി കിടക്കുന്നത് പ്രാണവിദ്യയിലാണ്. ശരിക്കും പ്രാണവിദ്യ അഥവാ ജീവവിദ്യ, ജീവോ ബ്രഹ്മ നാപര, ജീവൻ തന്നെയാണ് ബ്രഹ്മം, അതല്ലാതെ മറ്റൊന്നല്ല എന്നുള്ളതാണ് പ്രാചീനമായ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു മുദ്രാവാക്യം തന്നെ. ശരി, അതുപോലെ തന്നെ അതുകൊണ്ടാണ് രാമായണം ആകട്ടെ അല്ലെങ്കിൽ ഋഗ്വേദത്തിലെ ആദ്യത്തെ സൂക്തമായിട്ടുള്ള അഗ്നിമേള പുരോഹിതം എന്ന് തുടങ്ങുന്ന മന്ത്രമാകട്ടെ, അതുപോലെ തന്നെ തന്ത്രശാസ്ത്രങ്ങളാകട്ടെ, അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന യോഗവിദ്യ എന്ന് പറയുന്ന വിദ്യകൾ, പ്രത്യേകിച്ച് പ്രാണവിദ്യയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സിദ്ധ സമ്പ്രദായങ്ങൾ, അതല്ലെങ്കിൽ ബുദ്ധമതത്തിൻ്റെ ഹീനയാനം, ജൈന ദർശനങ്ങൾ, ഇവയൊക്കെ തന്നെ പ്രാണവിദ്യയിലാണ് അധിഷ്ഠിതം. ശരിക്കും എന്നാൽ ഇത് പലപ്പോഴും നമ്മൾ ഈ ഒരു ദാർശനിക സൈദ്ധാന്തിക തലത്തിൻ്റെ ഈ ഒരു ഐക്യത്തിന് നമുക്ക് മനസ്സിലാകാൻ പറ്റാതെ വിവിധങ്ങളായിട്ടുള്ള മതങ്ങളാണോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ പണ്ട് തൊട്ടേ നമ്മളെ സംസ്കാരത്തിലുണ്ട്. അതുകൊണ്ടാണ് വിവിധ ദർശനങ്ങളായി ഇത് വിഘടിച്ച് നിൽക്കുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ ഇതിനെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന, അനാഥത്തിൽ ഏകത്വം എന്ന് പറയുന്ന രീതിയിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം പ്രാണവിദ്യ അഥവാ ജീവവിദ്യയായിട്ട് നമ്മുടെ സംസ്കൃതിയിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു സനാതനമായിട്ടുള്ളൊരു നയം, ഇതിനെയാണ് സനാതന നയം അല്ലെങ്കിൽ സനാതന ധർമ്മം എന്ന് പറയുന്നത്. കാരണം നിലവിലുള്ള അവസ്ഥ, ജീവൻ എല്ലാവർക്കും ഉണ്ട്. ശരിക്കും ഇപ്പോൾ ദൈവവിശ്വാസികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ യുക്തിവാദികളെ ഭൗതികവാദികളെ സംബന്ധിച്ച് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള അന്വേഷണത്തിൽ അവർക്ക് തെളിവുകളുണ്ടാകാം, അനുഭവങ്ങളുണ്ടാകും. യുക്തിവാദികൾ അല്ലെങ്കിൽ ഭൗതികവാദിയുടേതായിട്ടുള്ള രീതിയിലുള്ള തെളിവുകളും വിശ്വാസവും പ്രമാണങ്ങളും സത്യങ്ങളും അവർക്ക് അയാളുടെ അന്വേഷണത്തിൽ അയാൾക്ക് ബോധ്യപ്പെടും. ശരി, ഇതുപോലെ തന്നെയാണ് വിശ്വാസികളുടെ കാര്യം. ശരി, പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളുടെ വിശ്വാസം അല്ലെങ്കിൽ ഹിന്ദു മതത്തിലുള്ള തന്നെയുള്ള ഹിന്ദു ദാർശനികതയിൽപ്പെട്ടിട്ടുള്ള വിവിധ മതങ്ങളിലുള്ള സഞ്ചരിക്കുന്ന ആളുകൾക്കും ദൈവവിശ്വാസത്തിൽ അല്ലെങ്കിൽ ആസ്തിക ദർശനത്തിൽ കൂടി സഞ്ചരിക്കുന്ന ആളുകൾക്ക്, അഥവാ ദേവതയിൽ മറ്റൊരു എനിക്ക് ഉപരിയായിട്ടുള്ള മറ്റൊരു ദേവചൈതന്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും അവരുടേതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ശരി, അതുകൊണ്ടൊന്നും അവരതിൽ പിടിച്ചു നിൽക്കുന്നത്. ശരി, ഈ ഒരു വിഭാഗം എപ്പോഴും മറ്റൊരു വിഭാഗത്തിന് വിമർശിക്കുകയാണ്. യുക്തിവാദികളും ഭൗതികവാദികളും ആത്മീയ മണ്ഡലത്തിൽ സഞ്ചരിക്കുന്നവരെ വിമർശിക്കുകയും, അതുപോലെ തന്നെ ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ യുക്തിവാദികളെ കർക്കശമായ രീതിയിൽ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ശരി, പക്ഷേ ഈ രണ്ട് സിദ്ധാന്തക്കാർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് നമുക്ക് ജീവനുണ്ട് എന്നുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജീവോ ബ്രഹ്മം, ജീവൻ തന്നെയാണ് ബ്രഹ്മമായി പരിണമിക്കുന്നത്. മനുഷ്യനെ ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉദാഹരണത്തിന് മനുഷ്യനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന് ജീവനുണ്ടല്ലോ, അത് ആരും യുക്തിവാദികൾക്കും വിശ്വാസികൾക്കും നിഷേധിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മനുഷ്യൻ്റെ ജീവൻ. ഈ ജീവൻ ഒരു ഊർജ്ജമാകുന്നു എങ്കിൽ ഊർജ്ജത്തിന് നാശമല്ല. അതേസമയം ഈ ഊർജ്ജത്തിന് ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് പരിണമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പരിണാമത്തിന് ഒരു കൃത്യമായിട്ടുള്ളൊരു പ്രപഞ്ച നിയമമുണ്ട്. ശരി, ആ പരിണാമത്തിൻ്റെ ആ പ്രപഞ്ച നിയമം നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച രീതിയിൽ നമ്മളുടെ ആ ജീവകലകളെ അല്ലെങ്കിൽ ജീവ ഊർജ്ജത്തെ മാറ്റിക്കൊണ്ട് ഇരിക്കുകയാണ് എങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉന്നതമായുള്ള തലങ്ങളിലേക്ക് എത്താൻ പറ്റും. ശരി, അതാണ് നമ്മൾ മുഴുവൻ ആധ്യാത്മിക മണ്ഡലത്തിൻ്റെയും ഭൗതിക മണ്ഡലത്തിൻ്റെയും ദാർശനികമായുള്ള ഒരു അടിത്തറ, ഇന്ത്യൻ ആധ്യാത്മികതയുടെ അടിത്തറ. ശരി, ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഒരു കാലഘട്ടത്തിൽ, ഇന്ത്യൻ ജനത മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ലോകത്തിൻ്റെ വിശ്വഗുരുവായിട്ട് ഉയർന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഈ രീതിയിലുള്ള സാക്ഷാത്കാര വിദ്യകളും പ്രാണവിദ്യകളും ജീവവിദ്യകളും പഠിക്കാൻ വേണ്ടിയിട്ട്, രഹസ്യമായുള്ള മറ്റ് പല വിദ്യകളും പഠിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വിദ്യാർത്ഥികളുടെ ഒഴുക്കായിരുന്നു. ശരി, 95 പരം യൂണിവേഴ്സിറ്റികൾ പ്രാചീന ഭാരതത്തിലുണ്ടായിരുന്നു. നളന്ദയൊക്കെ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ വരുന്ന സർവകലാശാല, നളന്ദ പോലത്തെ ഒരു സർവകലാശാല ഉണ്ടായിരുന്നു എന്ന് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പറഞ്ഞ് നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഈ സർവകലാശാലയുടെ അവശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കുഴിച്ച് എടുക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള നമ്മളെ ഇന്ത്യൻ ആധ്യാത്മിക മണ്ഡലത്തിൽ പ്രാണവിദ്യയ്ക്കുള്ള പ്രാധാന്യം, ശരിക്കും ഇന്ത്യൻ ആധ്യാത്മിക മണ്ഡലത്തിൻ്റെ അടിസ്ഥാനം പ്രാണവിദ്യയാണ്. നമ്മളെ കുലദേവത ആരാധനകൾ, തന്ത്രത്തിൽ വരുന്ന മുഴുവൻ കാര്യങ്ങൾ എല്ലാം പ്രാണവിദ്യയിൽ തന്നെ ആണ് അടിയുറച്ച് നിൽക്കുന്നത് എന്ന് നമുക്ക് ഇവയൊക്കെ സ്ഫുടം ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. ശരി, കൂടുതലായുള്ള വിശദവിവരങ്ങൾ ചാനലുണ്ട്, ചാനൽ ലിങ്ക് ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.